കറന്റ് ക്യാരിയിങ് ലൂപ്പിനെ ടൈനി മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യാൻ സാധിക്കും. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ കാണപ്പെടുന്നു. ഇങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണുകൾ ചാർജ് വാഹകരായതിനാൽ അവ വൃത്താകൃതിയിലുള്ള പാത്തിൽ ചലിക്കുമ്പോൾ അത് ഒരു കറന്റ് ലൂപ്പ് രൂപപ്പെടാൻ കാരണമാവുന്നു. ഈ കറന്റ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന കാരണത്താൽ ആറ്റത്തിന് ടൈനി മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും അടങ്ങുന്ന ഈ ആറ്റത്തിലുണ്ടാവുന്ന മാഗ്നറ്റിക് നോർത്ത് പോളിന്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് ഹാൻഡിലെ തമ്പ് ഒഴികെയുള്ള വിരലുകളെ കറന്റിന്റെ ഒഴുക്കിന്റെ ദിശയിലേക്ക് കേൾ ചെയ്യുമ്പോൾ തമ്പ് മാഗ്നറ്റിക് നോർത്ത് പോളിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഈ ആറ്റത്തിന്റെ കേസിൽ മാഗ്നറ്റിക് നോർത്ത് പോൾ താഴേക്കായിരിക്കില്ല ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺ കറന്റിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കായിരിക്കും ഒഴുകുന്നത്. അതായത് ഇവിടെ കറന്റിന്റെ ഒഴുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും. ആയതിനാൽ മാഗ്നറ്റിക് നോർത്ത് പോൾ മുകളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കും മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനും. ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് മൊമെന്റ്. ഇതാണ് മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഇലക്ട്രോൺ r റേഡിയസ് ഉള്ള ലൂപ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണത്താൽ ലൂപ്പിന്റെ ഏരിയ വരുന്നത് πr² എന്നാണ്. ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കറന്റിന്റെ ഇക്വേഷൻ ലഭിക്കുന്നത്. ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ലൂപ്പിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ പരിഗണിക്കുമ്പോൾ t എന്ന ടൈമിൽ ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ചാർജിന്റെയും ആ ടൈമിന്റെയും റേഷ്യോ ആയിരിക്കും കറന്റ്. ഉദാഹരണത്തിന് t എന്ന ടൈമിൽ നമ്മൾ പരിഗണിക്കുന്ന പോയിന്റിലൂടെ ഇലക്ട്രോൺ 10 തവണ കടന്നു പോകുന്നുണ്ടെങ്കിൽ ചാർജ് 10e എന്നായിരിക്കും. ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറന്റ് ലഭിക്കുന്നു. എന്നാൽ ഇവിടെ എടുക്കുന്ന ടൈം ഇലക്ട്രോൺ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ, അതായത് ടൈം പീരീഡ് ആണെങ്കിൽ, നമ്മൾ പരിഗണിക്കുന്ന പോയിന്റിലൂടെ ഇലക്ട്രോൺ ഒരു തവണ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ആയതിനാൽ ചാർജ് e എന്നായിരിക്കും വരുന്നത്. ഈ ടൈമിൽ ഇവിടെ ഇലക്ട്രോൺ സഞ്ചരിച്ച ദൂരത്തെ ഇലക്ട്രോണിന്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം പീരീഡ് ലഭിക്കുന്നത്. ഇവിടെ മാഗ്നറ്റിക് മൊമെന്റിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുന്ന പാർട്ടിക്കിളിന് ഒരു ആംഗുലർ മൊമെന്റം ഉണ്ടായിരിക്കും. ഇവിടെ Vr എന്ന ടേമിന് പകരം L/m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. മാഗ്നറ്റിക് മൊമെന്റും ആംഗുലർ മൊമെന്റവും വെക്ടേഴ്സ് ആയതിനാൽ നമുക്ക് അവയുടെ ഡയറക്ഷൻ കാണേണ്ടതായിട്ടുണ്ട്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ ആദ്യം കണ്ടെത്തിയതാണ്. അത് മുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കേൾ ചെയ്യുന്ന വിരലുകൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്, അല്ലാതെ കറന്റിന്റെ ഡയറക്ഷൻ അല്ല. ഇവിടെ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഒഴുകുന്നതിനാൽ ആംഗുലർ മൊമെന്റം താഴേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ മാഗ്നറ്റിക് മൊമെന്റിന്റെയും ആംഗുലർ മൊമെന്റത്തിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു.